ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നല്ലൊരു അൽഫാം ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെ വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാൾ രുചികരമായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അൽഫാം ചിക്കന് വേണ്ട രീതിയിൽ കടയിൽ നിന്ന് തന്നെ മുറിച്ച് വാങ്ങിയതാണ്. എന്നിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കണം, എങ്കിലേ മസാലകളൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കടന്നു ചെല്ലുള്ളൂ. ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ആദ്യം തൈര് ചെറുനാരങ്ങയൊക്കെ ചേർത്ത് ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചെയ്ത് വെക്കേണ്ടത്. അൽഫാം ചിക്കന് തൊലിയോട് കൂടിയാണ് ചെയ്യാറുള്ളത്, പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ കിട്ടാറില്ല. ഇനി നമുക്ക് ഇതിൽ മിക്സ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം. തൈരൊക്കെ നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വരുത്താവുന്നതാണ്. പിന്നെ ഞാനൊരു ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. അതെൻ്റെ ചിക്കൻ്റെ അളവിനനുസരിച്ചുള്ളതാണ്. എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ്റെ പീസിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മിക്സ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം തൈരും ചെറുനാരങ്ങയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ എനിക്കിതിവിടെ കിട്ടിയത് കുറച്ച് വലിയ ചിക്കനാണ്. അൽഫാം ചിക്കൻ എപ്പോഴും ചെറിയ ചിക്കനാണ് നല്ലത്. അതുകൊണ്ട് തന്നെ അവർ കടയിൽ നിന്ന് ഇതുപോലെ നടുഭാഗം കീറി വരയൊക്കെ ഇട്ട് തന്നതാണ് എനിക്ക്. ഇനി അഥവാ നിങ്ങൾക്ക് ചെറിയ ചിക്കനാണ് കിട്ടുന്നതെങ്കിൽ ആദ്യം ഇതൊന്ന് ഇതേപോലെയുള്ള ഒരു റോളിംഗ് പിൻ എടുത്ത് ഇതുപോലെ ഒരു പ്രതലത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. എല്ലൊന്നും ചതഞ്ഞു പോവരുത്, എങ്കിലേ ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റാക്കി കിട്ടുകയുള്ളൂ. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കാനുണ്ട്. അത് വറുത്തെടുക്കണം. ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലി, കുറച്ച് പെരുംജീരകം, കുറച്ച് ചെറിയ ജീരകം, അതുപോലെ തന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്കായ. ഇനി ഇവയെല്ലാം ഒന്ന് ചട്ടിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ പൊടിച്ചെടുത്ത് വരാം. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. സിമ്മിലിട്ട ശേഷം വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. വെള്ളം തീരെ ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മാക്സിമം നന്നായി പൊടിക്കണം. ഇനി ഒരു തക്കാളി, ഒരു ഉള്ളി, 2-3 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെള്ളം തൊടാതെ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇത് രണ്ടും കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഇപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി മാരിനേറ്റ് ചെയ്ത് എടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ വരഞ്ഞെടുത്ത് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട്
ഈ മിക്സ് എത്തണം. അതുകൊണ്ട് അതേ രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, വറുത്ത മസാലയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കമ്മിയായിരുന്നു, കുറച്ച് മുളക് പൊടിയും കമ്മിയുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തു. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് 2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1 മണിക്കൂർ മിനിമം തന്നെ വെക്കണം. 1 മണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ ടേസ്റ്റ് കൂടും, നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കണം. പക്ഷേ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് എവിടെ വെച്ച് ചുട്ടെടുക്കുന്നുള്ള കൺഫ്യൂഷനായത്. കാരണം അടുത്ത കിച്ചണിൽ വെച്ച് ഏതായാലും ഇത് റെഡിയാക്കാൻ പറ്റില്ല. പുറത്ത് എനിക്ക് അടുപ്പിൻ്റെ സൗകര്യമില്ല. പിന്നെ മുറ്റത്താണെങ്കിൽ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് മുറ്റത്ത് വെച്ചും ചുട്ടെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മക്കൾ എനിക്ക് ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തന്നു. ഇവിടെ ഒരു ചെറിയൊരു വണ്ടി ഉണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന, കല്ലൊക്കെ കൊണ്ടുവരുന്ന ഒരു ഇരുമ്പിൻ്റെ ചെറിയൊരു വണ്ടി. അപ്പോൾ മക്കൾക്ക് അതിൻ്റെ മുകളിൽ വെച്ച് ചുട്ടെടുക്കാം, ഇരുമ്പല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റായി. അവർ തന്നെ എനിക്ക് എല്ലാ സഹായവും ചെയ്തു തന്നു, തീ കത്തിക്കാനൊക്കെ ഉള്ള എല്ലാവിധ സഹായവും. ഈ വണ്ടിയുടെ മുകളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അൽഫാം ചിക്കൻ റെഡിയാക്കാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ മക്കൾ തന്നെ ഉഷാറായിട്ട് ചിരട്ടയൊക്കെ അതിലുള്ളിൽ വെച്ച് നന്നായിട്ട് കത്തിക്കാൻ വേണ്ടി ഉരുട്ടി കൊണ്ട് പോവുകയാണിത്. അവർക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തൊന്നും പോവാതെ ഇരിക്കുകയല്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുമായി. തീ അവിടെ കത്തി തുടങ്ങി. ഇനിയൊന്ന് കണലായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ചിക്കൻ ചുട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഗ്രില്ല് ചെയ്യുന്ന ഒരു സാധനത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിന് പറ്റിയ സാധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ്. ഞാൻ അതിന് വേണ്ടി ഒരു 4 പീസ് ചിക്കനാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യ ബാച്ച് ചുട്ടെടുക്കാം. ഇപ്പോൾ കണ്ണലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കിയ ചിക്കന് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. കണൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഊതി കൊടുത്ത് കത്തിച്ചെടുക്കണം. എന്നിട്ട് ഒരു ഭാഗം റെഡിയായാൽ മറിച്ച് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു ഭാഗം പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ആദ്യ ബാച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതും നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാവരും തീ കത്തുന്നതൊക്കെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ചിക്കൻ റെഡിയാവാൻ. അപ്പോൾ നല്ല അടിപൊളി അൽഫാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.